അമിത്ഷാ കേരളത്തിൽ വരുമ്പോൾ ആലപ്പുഴ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നത് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. ശോഭാ സുരേന്ദ്രൻ അവിടെ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയാണ് അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ. തീർച്ചയായും കേരളത്തിന്റെ നേതൃത്വവുമായി പലപ്പോഴായി ഇടഞ്ഞിട്ടുള്ള നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന്റെ പേര് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ചിരുന്നു. ശോഭ പുറത്തായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. അവിടെയാണ് ആലപ്പുഴ പോലെ എപ്പോഴും ശോഭാ സുരേന്ദ്രനെ എവിടെയും പരീക്ഷിക്കുന്നു എന്ന വിമർശനം നിൽക്കുന്നുണ്ട്. ഇതാ അമിത്ഷായുടെ അംഗരക്ഷകർ ഉൾപ്പെടെ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അമിത്ഷാ എത്തുകയാണ് ആലപ്പുഴയിലേക്ക്. കലാശക്കൊട്ടിനെ ആവേശഭരിതമാക്കാൻ അമിത്ഷാ എത്തിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രന് വേണ്ടി അമിത്ഷാ വോട്ട് തേടുകയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. अमित शाह जी की स्वागत, अमित शाह जी की स्वागत, ആലപ്പുഴയിലേക്ക് സ്വാഗതം. അമിത് ഷാ ജി നമ്മളെ അഭിവാദ്യം ചെയ്തിരിക്കുന്നു. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി. അടുത്തതായി സംസാരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സമാരാധനായ ജില്ലാധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ അങ്ങനെ ആലപ്പുഴയിലും ആവേശകരമായ കുട്ടിക്കലാശം. മൂന്ന് മുന്നണികളും അവരുടെ ശക്തി പ്രകടനങ്ങൾക്ക് വേദിയൊരുക്കിയാണ്. ആലപ്പുഴയിൽ മാത്രമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരംഗത്തെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഇത്തവണയും അതേ അംഗത്തെ തന്നെ മത്സരിപ്പിക്കുമ്പോൾ ആലപ്പുഴയിൽ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് കെ സി വേണുഗോപാൽ കൂടി എത്തിയിട്ടുള്ളത്. അങ്ങനെ കെ സി വേണുഗോപാൽ സംഘടനാ തലത്തിൽ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധേയമാകുന്ന ഒരു പോരാട്ടമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അവിടേക്കാണ് അമിത്ഷാ കൂടി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആവേശം കടുക്കുമെന്നതിൽ തർക്കമില്ല. അമിത്ഷാ എന്തായാലും അവിടെ നടത്തുന്ന നിർണായക പ്രഖ്യാപനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രത്യേകിച്ച് നരേന്ദ്രമോദി നടത്തിയ ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എന്ന് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രസ്താവന പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലെ ഇടപെടൽ അടക്കമുള്ള വിഷയങ്ങളിൽ നടത്താൻ പോകുന്ന പ്രസ്താവനകളും പ്രധാനപ്പെട്ടതാണ്. സഹകരണ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രിയാണ് അമിത്ഷാ. നേരത്തെ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അമിത്ഷാ ഈ വകുപ്പ് കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോഴാണ് സഹകരണ വകുപ്പിനെ, കേരളത്തിലെ സഹകരണ വകുപ്പിനെ അടക്കം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന വിമർശനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കരുവന്നൂർ തുടർച്ചയായി ചർച്ചയാകുന്ന സമയമാണ്. അമിത്ഷായും ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ആവർത്തിക്കുമോ സജിത്? അമിത്ഷാ എന്തായാലും ഈ വിഷയങ്ങൾ പരാമർശിച്ചു പോകാനാണ് സാധ്യത. കരുവന്നൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമാകും. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും അടക്കം നേരിടുന്ന ആ അന്വേഷണ വിഷയങ്ങൾ, മാസപ്പടി കേസിലടക്കമുള്ള ചില നിർധാനപ്പെട്ട നീക്കങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.